നമ്മളെന്നും യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാറുണ്ട്. ഈ വീഡിയോയും നിങ്ങളുടെ ഫീഡിൽ വന്നിട്ടുണ്ട് എങ്കിൽ എന്തോ അതിശയിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ വീഡിയോസ് എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? പൊതുവേ ഒന്നീ നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മുടെ തന്നെ ഫീഡിൽ വന്ന വീഡിയോ ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ എന്ത് പറയാൻ ശ്രമിക്കുന്നു എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഈ പറയുന്നതൊക്കെ തന്നെ ശരിയാണോ, അല്ലെങ്കിൽ ഇതിന് മറുഭാഗമുണ്ടോ എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടില്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രമേ കിട്ടൂ. ഈ അൺകട്ട് തോട്ട്സ് എന്ന് പറയുന്ന ഈ സീരീസിൽ അൺറിസേർച്ച്ഡ്, അല്ലെങ്കിൽ ഒട്ടും റിസർച്ച് ചെയ്യാത്ത, ഒട്ടും എഡിറ്റ് ചെയ്യാത്ത ചില ടോപ്പിക്കുകളിൽ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ചിന്തിക്കാൻ ഉദ്ദേശത്തിൽ മാത്രം ഷെയർ ചെയ്യുന്ന കുറച്ച് പോഡ്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സീരീസ് ആയിരിക്കും. ഇന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് തന്നെ സംസാരിക്കാം. നമ്മളെന്നും വീഡിയോസ് കാണുന്നുണ്ട്, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻ്റർനെറ്റിൽ ഇൻ ജനറൽ ആയിക്കോട്ടെ. പൊതുവേ നമ്മൾ രണ്ട് രീതിയിലാണിത് കാണാറുള്ളത്. ഒന്നീ നമ്മുടെ ഫീഡിൽ വരുന്നത്, ഇൻസ്റ്റഗ്രാം ഫീഡാവാം, യൂട്യൂബ് ഫീഡാവാം, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ തേടി അത് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്ന വീഡിയോസ്. ഈ രണ്ടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഫീഡിൽ വരുന്ന പൊതുവേ വരുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ഒരു പൊതുവേ കണ്ട നമ്മുടെ അൽഗോരിതം സജസ്റ്റ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ കണ്ട വീഡിയോസ് വെച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ്. അത് നമ്മൾ പിന്നീട് കൂടുതൽ ചിന്തിക്കാറുണ്ടോ? നമ്മളെ അതൊക്കെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? രണ്ടാമത്തെ കാറ്റഗറി ആയിക്കോട്ടെ, നമ്മൾ തേടിപ്പോകുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിപ്പോകുന്ന വീഡിയോസ് ആയിക്കോട്ടെ. പക്ഷെ അതും ആ കിട്ടിയ ഉത്തരങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണ്, നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? സോഴ്സിനെക്കുറിച്ചോ ബാക്കി ഒന്നിനെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ കോമൺ സെൻസിന് ആ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യത്തെ കേസ് തന്നെ എടുക്കാം. ആദ്യത്തെ കേസ് എന്താണ്? നമ്മൾക്ക് യൂട്യൂബോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് വീഡിയോ കണ്ടുവന്നിരിക്കട്ടെ, ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു പർട്ടിക്കുലർ ഒപ്പീനിയൻ പറയുന്ന വീഡിയോ. പിന്നീട് നമ്മളത് ഇൻട്രസ്റ്റോടെ കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും വരുന്നത് ആ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയെയോ പർട്ടിക്കുലർ ജനതയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ നമ്മുടെ ബിലീഫ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രമായിരിക്കും. അതിനെതിരെ കാണാൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ജെന്യുവിൻലി എഫേർട്ട് ഇടണം അത് കാണണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കേസ്, നമ്മളൊരു ഇൻഫർമേഷൻ തേടിപ്പോകുന്നു. ഇൻഫർമേഷൻ തേടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഒരു വ്യക്തിയിൽ നിന്നൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടുവന്നിരിക്കട്ടെ. ആ വ്യക്തി ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിക്കാണോ ആ വ്യക്തി എടുത്ത സോഴ്സ് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആ വ്യക്തി ഓൾറെഡി ബയസ്ഡ് ആണെങ്കിലോ നമ്മൾ ഈ ചോദ്യങ്ങൾ എപ്പോഴേലുമൊക്കെ സ്വന്തമായിട്ട് ചോദിക്കാറുണ്ടോ? ഇന്നു മുതൽ ചോദിച്ചു തുടങ്ങാം. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മൾ ഭയങ്കര നോർമലായിട്ട് കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇന്നു മുതൽ ചിന്തിച്ച് തുടങ്ങാം. അതാണ് ഈ സീരീസ് കൊണ്ട് പ്രൈമറിലി ഉദ്ദേശിച്ചിരിക്കുന്നത്. വീണ്ടും പറയുന്നു, ഉത്തരങ്ങൾ തരാനോ നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ മാറ്റിത്തരാനോ ഒന്നുമല്ല ഈ സീരീസ്. ഈ സീരീസിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനും ഞാൻ എൻ്റെ ഈ സീരീസിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നതിന് പോലെയും ക്വസ്റ്റ്യൻ ചെയ്യാനും തന്നെയാണ് ഈ സീരീസ്. ലെറ്റ്സ് തിങ്ക് ടുഗദർ, ക്വസ്റ്റ്യൻ എവരിത്തിങ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ക്യൂരിയസ് ആക്കുന്നത്, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഡിസ്കഷനുകൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നതാണ്. എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ, ചിന്തിക്കാൻ പറ്റിയ ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തിട്ട് പോവുക. നമുക്ക് പതുക്കെ നമുക്കൊരുമിച്ച് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.